ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്ന ഒരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഹാലലുയ. മത്തായി എഴുതിയ സുവിശേഷം 16 അധ്യായത്തിൻ്റെ 18 വാക്യം. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല. സ്തോത്രം. ഞാൻ എൻ്റെ സഭയെ പണി, പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല എന്നാണ് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ ശരണപ്പെടുന്നു. പ്രൈസ് സ്തോത്രം. പാതാള ഗോപുരങ്ങൾ എന്ന് പറയുമ്പോൾ പിശാചിന് ഒരുക്കിയിരിക്കുന്ന ഒരു പാതാളമാണ് പാതാള ഗോപുരങ്ങൾ. അതുകൊണ്ട് പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല. ക്രൂശിൽ കർത്താവ് പിശാചിൻ്റെ തല തകർത്ത് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ്. അതുകൊണ്ട് ഇനി സഭയ്ക്കോ സഭയുടെ ജനത്തിനോ സഭയുടെ ആത്മീയവും ഭൗതികമായ അനുഗ്രഹങ്ങൾക്കോ പിശാചിന് അതിൻ്റെ മേലിൽ ആധിപത്യം നടത്തുവാൻ ഇനി സാധ്യമല്ല. കാരണം എന്ന് പറഞ്ഞാൽ പാതാള ഗോപുരങ്ങൾ ജയിക്കില്ലെന്നാണ്. എന്ന് പറഞ്ഞാൽ തോറ്റ് ദൈവമാണ് ജയിച്ച് കാൽവറിയിൽ മരണത്തെ ജയിച്ച കർത്താവാണ്. 100-ൽ മാർക്കാണ് കർത്താവ് ജയിച്ചിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് നാം ആരാധിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത് പാതാള ഗോപുരത്തെ ജയിച്ച കർത്താവിനെയാണ്. പാതാള ഗോപുരത്തെ തോൽപ്പിച്ച കർത്താവിനെയാണ്. സ്തോത്രം. നാം ആരാധിക്കുന്ന ദൈവത്തെ പിശാചിൻ്റെ തല തകർത്ത ദൈവത്തെയാണ്. അധികാരത്തെ ആയുധമെപ്പിച്ച കർത്താവിനെയാണ് നാം ആരാധിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഒരു ഉയർപ്പിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കും. അനുഗ്രഹത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കും. നമ്മുടെ കഷ്ടതകളെ നീക്കുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. നമ്മുടെ ഭാരങ്ങളെ മാറ്റുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. കാരണം ക്രൂശിൽ ജയിച്ചത് തന്നെ നമ്മെ വീണ്ടെടുത്തു. തന്നിൽ വിശ്വസിക്കുന്നതായത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പ്രൈസ് ഹല്ലേലൂയ പിശാചിന് എനിക്കൊന്നും ചെയ്യുവാൻ കഴിയില്ല. കാരണം പ്രൈസ് നമ്മുടെ കർത്താവ് പ്രൈസ് കാൽവറി ജയിച്ചിരിക്കുകയാണ്. പാതാള ഗോപുരങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് പിശാചിൻ്റെ തല തകർത്തുകൊണ്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇന്നും ജീവിക്കുന്നു. സ്തോത്രം. മാത്രമല്ല പ്രൈസ് സ്വർഗ്ഗാരോഹണം ചെയ്തിട്ട് പോയിരിക്കുകയാണ്. ഞാൻ പോയതുപോലെ മടങ്ങി വരും. അതുപോലെ പ്രൈസ് ഞാൻ സകല അധികാരവും നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. പാമ്പിന് പ്രൈസ് തേളിനെ പ്രൈസ് അതിൻ്റെ മേലിൽ അധികാരം തന്നിരിക്കുകയാണ്. പിശാചിൻ്റെ മേലിൽ ഒരു അധികാരം നമുക്ക് തന്നിരിക്കുകയാണ്. അതായത് യേശു എന്ന് പറയുന്ന നാമം. യേശു എന്ന് പറയുന്ന നാമം എന്ന് പറയുന്നത് അധികാരമുള്ള നാമമാണ്. സ്തോത്രം. പ്രൈസ് സ്തോത്രം. പഴയ നിയമത്തിൽ മോശയുടെ കയ്യിൽ ഒരു വടി കൊടുത്ത് അധികാരത്തെ കാണിക്കുകയാണ്. പ്രൈസ് ഹല്ലേലൂയ. സ്തോത്രം. പുതിയ നിയമത്തിൽ നമുക്ക് അധികാരത്തെ കാണിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിന് ഹല്ലേലൂയ ശക്തിയുണ്ട്, ബലമുണ്ട്. പ്രാർത്ഥിച്ചാൽ പ്രൈസ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ അതുപോലെ നടക്കും. എന്നിൽ കേൾക്കുന്ന പ്രിയരെ പ്രൈസ് ഈ സന്ദേശം എന്നോട് സഹകരിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വീണ്ടും ഇനിയുമായ നന്ദി കടപ്പാടും അറിയുകയാണ്. പ്രൈസ് അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആരും ഹല്ലേലൂയ ദൈവത്തിൽ അതായത് നിരാശയായി പോയിട്ടില്ല. പ്രൈസ് ദൈവം അനുഗ്രഹത്തിൻ്റെ ദൈവമാണ്. മാത്രമല്ല ലോകത്തിൽ പ്രൈസ് ക്രിസ്തീയ പീഡനങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ പ്രൈസ് ഹല്ലേലൂയ അവിടെ ക്രിസ്ത്യാനികളായിരുന്നവർ ആരും പ്രതികരിച്ചിട്ടില്ലായിരുന്നു.
അവർ ക്രിസ്തുവിന് വേണ്ടി അവർ തരുന്ന എന്തും അവർ ഏറ്റെടുക്കുകയായിരുന്നു. കഷ്ടതകൾ, പ്രയാസങ്ങൾ, മരണങ്ങൾ, വേദനകൾ, പ്രൈസലാമെ അനേകരുടെ പ്രൈസലാലുയ ജീവിതത്തിൽ പീഡനങ്ങൾ വന്നപ്പോൾ, അനേകർക്ക് ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടപ്പോൾ, അനേകർക്ക് ഭാര്യമാർ നഷ്ടപ്പെട്ടപ്പോൾ, അനേകർക്ക് കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ അവർ ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുകയായിരുന്നു എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. സഭ ഒന്നടങ്കമായി പ്രാർത്ഥിക്കുകയും ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ ശൗൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. കുതിരയിൽ മേലിൽ ചീറിപ്പാഞ്ഞു വരുമ്പോൾ ഹല്ലേലൂയ വിശ്വാസികളായിരിക്കുന്നവർ പോലും ഈ വ്യക്തി കുതിരപ്പുറത്ത് വരുമ്പോൾ ഞെട്ടുന്ന അനുഭവമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മെ തകർക്ക് മുടിപ്പാൻ വരുന്ന ശൗൽ വരുന്നു. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ കുതിരയിൽ യാത്ര ചെയ്യുമ്പോഴാണ് ദൈവം ഹല്ലേലൂയ തന്നെ സന്ദർശിച്ചത്. ഒരടി കൊണ്ട് കുതിരപ്പുറത്ത് താഴെ വീണ് തൻ്റെ ജീവിതത്തിൽ കണ്ണ് കാണാത്ത അവസ്ഥ വന്ന് പിന്നീട് ഹല്ലേലൂയ യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു. തൻ്റെ ജനത്തെ ഉപദ്രവിക്കുകയും തൻ്റെ ജനത്തിന് വിരോധമായി പ്രവർത്തിക്കുകയും ചെയ്ത പൗലോസിനെ ദൈവം സന്ദർശിച്ചു. ഹല്ലേലൂയ. ശൗലായിരുന്നത് പിന്നീട് പൗലോസായി മാറി. സ്തോത്രം, ഹല്ലേലൂയ. ആരെയും പേടിയില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അതായത് ശൗലായിരുന്ന പൗലോസ്. എന്നാൽ ദൈവസന്നിധിയിൽ വന്നപ്പോൾ അവൻ വെറും ഒരു ഭക്തനായി മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഹല്ലേലൂയ. അന്നത്തെ കാലഘട്ടത്തിൽ ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്ന അനേകരുണ്ടായിരുന്നു. ഇന്നങ്ങനെയല്ല. ഗുണപ്പെടാത്ത ആൾക്കാരും ഇപ്പം പെന്തിക്കോസ്ത് കോളത്തിലുണ്ട്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ പ്രതികരിക്കുന്നവരുണ്ട്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ചോദിക്കുന്നവരുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ക്രിസ്തീയ ജീവിതത്തിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഹല്ലേലൂയ പ്രവർത്തനങ്ങൾ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കുന്നവർ തിരിച്ച് പ്രതികരിക്കാൻ പാടില്ലെന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണുന്നില്ല. നാം ദൈവത്തിന് വേണ്ടി പ്രതികരിക്കാതെ ഭീഷണി വാക്കുകൾ മുഴക്കുമ്പോൾ തിരിച്ച് നാം ഭീഷണി മുഴക്കാതെ, തല്ലാൻ വരുമ്പോൾ തിരിച്ച് തല്ലാതെ, പ്രതികൂലങ്ങൾ അഴിച്ചുവിടുമ്പോൾ തിരിച്ച് നാം പ്രതികരിക്കാതെ നിന്നാൽ ദൈവം പ്രതികരിക്കും. നാം അതിന് ഉത്തരമായി നിന്നാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ വചനമുണ്ട്, പ്രതികാരം യഹോവയ്ക്കുള്ളത്, പ്രതികാരം യഹോവ വീട്ടുമെന്നാണ്. നാം പ്രതികാരമായി വീട്ടിയാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ പ്രമാണം എന്താണ് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ദൈവപ്രവൃത്തിക്കായി നാം ഏൽപ്പിച്ചു കൊടുത്താൽ ഹല്ലേലൂയ പതിനായിരങ്ങളല്ല, ആയിരങ്ങളല്ല, ലക്ഷങ്ങളല്ല, ഒരു വലിയൊരു കൂട്ടം തന്നെ ദൈവഭാഗത്തിലേക്ക് വരുവാനിടയായി തീരും. അതുകൊണ്ട് ആത്മീയ ഗോളത്തിൽ പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൽ ഗുണപ്പെടാത്തവർ ഉള്ളതുകൊണ്ട് പ്രവർത്തനങ്ങൾ പോലും അതിൻ്റെതായ തലത്തിൽ വളർന്നു പോകാൻ കഴിയുന്നില്ല. ഇത് അന്ത്യകാലമായിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനങ്ങൾ അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവം ശക്തനാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്കപ്പുറമായി ഹല്ലേലൂയ 1-ാം നൂറ്റാണ്ടിൽ പീഡനങ്ങൾ വന്നെങ്കിൽ അന്ന് പ്രതികരിക്കാൻ നിന്ന തൻ്റെ ഭക്തന്മാർ അതിൻ്റെ ഫലമായി 10,000 ക്രിസ്തുവിൽ വന്നു. ക്രിസ്തു എന്ന് പറയുന്നത് ഹല്ലേലൂയ അതേ കാട്ടുന്നത് ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം അറിയിക്കുന്നത് സിംഹമാണ്, ഉറങ്ങാത്ത സിംഹമാണ് ക്രിസ്തു. ക്രിസ്തു എഴുന്നേൽക്കും. ഹല്ലേലൂയ. ക്രിസ്തുവിനെ ഉണർത്തിയാൽ ക്രിസ്തു എഴുന്നേൽക്കും. ക്രിസ്തു ഹല്ലേലൂയ ഇടപെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആധുനിക ലോകത്തിൽ
മനുഷ്യൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ അറിയുക എന്നുള്ളത് ഏക ലക്ഷ്യമാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ പല അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികൾ ചെയ്തു. സംഭവം ശരി തന്നെ. അതിനു വേണ്ടിയല്ല കർത്താവ് വന്നത്. ഹല്ലേലൂയ. അത്ഭുതങ്ങൾ കാണിക്കാൻ വേണ്ടി വന്നതല്ല, മറിച്ച് ഒന്നാണ്, ആത്മരക്ഷ നൽകുവാനാണ് യേശു ക്രിസ്തു വന്നത്. ഒന്ന്, ഹല്ലേലൂയ, ആത്മസ്നാനം പ്രാപിക്കണം. 2, സ്നാനപ്പെടണം. 3, അഭിഷേകം പ്രാപിക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിലുള്ള വിശ്വാസത്തിൽ അഭിഷേകം പ്രാപിച്ചെങ്കിലേ ആത്മീയ തലത്തിൽ നിൽക്കാൻ കഴിയൂ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഹല്ലേലൂയ നമുക്ക് നിലനിൽക്കുവാൻ പ്രാർത്ഥനയും ദൈവസന്നിധിയിലുള്ള അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ വന്നെങ്കിലേ ദൈവസന്നിധിയിൽ നിലനിൽക്കാൻ കഴിയും. അനേകർ പിന്മാറിപ്പോയ ഈ ആത്മീയ ലോകമാണ്. പലരും പീഡനത്തിൽ കൂടെ കടന്നു വന്നതാണ് ഈ ആത്മീയ പെന്തക്കോസ് വിശ്വാസം. ഹല്ലേലൂയ. അത് ഇന്നും നിലനിൽക്കുന്നു. ഹല്ലേലൂയ. അതിനെ തകർക്കുവാൻ ആർക്കും കഴിയില്ല. അതായത് എങ്ങനെ ഇതിനോട് പ്രതികരിക്കും, പ്രതികൂലമായി നിന്നാൽ അത് വളരെ വേദനകരമായ അനുഭവമായി മാറും ആ പ്രതികൂലമായി നിൽക്കുന്നവർക്ക് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. തിരുവചനത്തിൻ്റെ സത്യങ്ങൾ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹിമയുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ധ്വനികളെ ലോകത്തിൽ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ദൈവം ഹല്ലേലൂയ നമ്മുടെ അടുത്ത് വന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഒരു വിശ്വാസ ജീവിതമാണ് ഒരായുസ് മുഴുവനും ഭക്തിയോടെ, വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ ജീവിക്കുക എന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ആലോചന നമ്മോട് അറിയിക്കുമ്പോൾ ആലോചനയ്ക്ക് വേണ്ടി നാം ഹല്ലേലൂയ കാതോർത്ത് നിന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ നാം എവിടെ ആയിരിക്കുന്നു അവിടെയൊക്കെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഈ ലോകത്തിൽ തൻ്റെ ഭക്തന്മാരെ വിടുവിപ്പാൻ ഒരുവന് മാത്രമേ കഴിയൂ, കർത്താവായ യേശു ക്രിസ്തുവിന്. ലോകത്തിൽ നിന്നെ വിടുവിക്കുവാൻ നീ വിശ്വസിച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. കാനാവിലെ കല്യാണത്തിന് ഹല്ലേലൂയ അവിടെ ഹല്ലേലൂയ വീഞ്ഞ് പോരാതെ വന്നപ്പോൾ കർത്താവ് അവിടെ വീഞ്ഞ് പച്ചവെള്ളത്തിൽ വീഞ്ഞാക്കി കൊടുത്തു. അവിടെ ഒരു അത്ഭവം നടന്നു. സ്തോത്രം. സാധാരണ ഭവനങ്ങളിൽ ഒരു ഹല്ലേലൂയ മുഖ്യമായ വിഷയം, യഹൂദന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും വരുമ്പോൾ അവർ പ്രധാനപ്പെട്ട് അതിഥികൾക്ക് സൽക്കാരം ചെയ്യുന്നത് വീഞ്ഞാണ് അവർ നൽകുന്നത്. ഹല്ലേലൂയ. അത് മറുപടിയായി കാലഘട്ടങ്ങളിൽ യഹൂദന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവമാണ്. ലഹരി ഇല്ലാത്ത വീഞ്ഞാണ്, നല്ല വീഞ്ഞ്. ഹല്ലേലൂയ. അത് ഒരു നല്ലൊരു പദാർത്ഥമാണ്, അല്ലെങ്കിൽ അത് നല്ലൊരു പദാർത്ഥമാണ്. മനുഷ്യൻ അത് അതിഥി സൽക്കാരമായി കൊടുക്കുന്നതാണ്. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചപ്പോൾ ദൈവം അവിടെ ഒരു വലിയ വിടുതൽ നൽകി. കാരണം പറഞ്ഞാൽ ഹല്ലേലൂയ. സ്തോത്രം. അവിടെ യേശുവിനെയും അതുപോലെ ശിഷ്യന്മാരെയും ദൈവം ക്ഷണിച്ചിരുന്നു. ആ കല്യാണത്തിന് യോസേപ്പിൻ്റെ കാര്യം പറയുന്നില്ല, മറിയ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. മറിയയാണ് പറഞ്ഞത്, അവൻ വല്ലതും കൽപ്പിക്കുന്നെങ്കിൽ അത് ചെയ്യുവിൻ. ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ കൽപാത്രങ്ങൾ അതിൽ
വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. കൽപാത്രങ്ങളിൽ വെള്ളം കോരി നിറച്ചപ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം അവിടെ വെളിപ്പെട്ടത്. സാധാരണ അവിടെ വേണ്ടവർക്ക് ആവശ്യമായ രീതിയിലുള്ള ക്രമീകരണം ഒരുക്കിയതാണ്. എന്താണ് അത് തീർന്നു എന്ന് ചോദിച്ചാൽ വീഞ്ഞ് പോരാതെ വന്ന കാര്യം, കാരണം യേശു ക്രിസ്തു അവിടെ വന്നിട്ടുണ്ട്. യേശു ക്രിസ്തുവിനെ ഒരുപക്ഷെ കാണുവാനോ അറിയുവാനോ ഒരുപക്ഷെ ആൾക്കാർ കൂടിയത് അതുകൊണ്ടായിരിക്കാമെന്ന്. എന്നാൽ ദൈവം അതിനുള്ള പരിഹാരം ദൈവം കൊടുത്തു. ഹല്ലേലൂയ. അതേ കർത്താവിൻ്റെ അനേക അത്ഭുതങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ആദ്യത്തെ ഒരു അത്ഭുതമാണ് കാനാവിൽ ചെയ്ത അത്ഭുതം. പിന്നീടാണ് പ്രിയസലാമേ പല അത്ഭുതങ്ങൾ ലോകത്തിൽ പല വിധത്തിലൊക്കെ ദൈവം ചെയ്തിട്ടുണ്ട്. അത് യേശു ക്രിസ്തുവാണ് ചെയ്തത്. യേശു ക്രിസ്തു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവർ എന്നേക്കാളും വലിയ അത്ഭുതങ്ങൾ ചെയ്യുമെന്നാണ്. അതുപോലെ പിശാചും പ്രിയസലോ തൻ്റെ അത്ഭുതങ്ങൾ പിശാചും ചെയ്യും. എന്നാൽ ദൈവം ചെയ്യുന്ന അത്ഭുതമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രിയരെ, എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ദൈവം ചെയ്യും. ഹല്ലേലൂയ. അതായത് പ്രിയസലാമേ, ജീവിതത്തിൻ്റെ മേഖലകളിൽ ഭാരപ്പെടുകയും പ്രയാസം അനുഭവിക്കുകയും പ്രതികൂലം അനുഭവിക്കുകയും ജീവിതത്തിൽ മുന്നോട്ട് പോകാത്ത അനുഭവങ്ങളായിരിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർ ദൈവസ്ഥാനത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാൽ മതി. എന്നിലൊരു അത്ഭുതം ദൈവം നീ ചെയ്യണമേ എന്ന് പറഞ്ഞാൽ ദൈവം അതുപോലെ ചെയ്യും. പക്ഷേ ഗുണപ്പെട്ടവനായിരിക്കണം. പ്രിയസലാമേ, ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ദൈവം ചെയ്യൂ. പ്രിയസലാമേ, ഒന്നാമത്തെ അത്ഭുതം കാനാവിൽ ചെയ്തെങ്കിൽ പുതിയ നിയമത്തിൽ പ്രിയസലാമേ മോശയിൽ കൂടെ ചെങ്കടലിൽ കൂടെ അത്ഭുതം നടത്തി. പ്രിയസലാ, അതൊരു അത്ഭുത യാത്ര തന്നെയായിരുന്നു. ഇസ്രായേൽ ജനവും മോശയും അഹരോനും അതുപോലെ കൂടെയുള്ള സഹപ്രവർത്തകരൊക്കെയും ഇസ്രായേലിൻ്റെ ജനമായ തൻ്റെ ജനത്തെ നടത്തുമ്പോൾ അത്ഭുതം ദൈവം മരുഭൂമിയിൽ ചെയ്തു. അതായത് സ്തോത്രം, ഹാലില് രാത്രി അഗ്നിസംഭവമായി നിന്ന ദൈവം, അത് ഒന്നാമത്തെ അത്ഭുതമാണ്. രണ്ടാമത്തെ അത്ഭുതം എന്ന് പറഞ്ഞാൽ പകൽ മേഘസംഭവമായിരുന്നു രണ്ടാമത്തെ അത്ഭുതം. മൂന്നാമത്തെ അത്ഭുതം അവരുടെ വസ്ത്രം പ്രിയസലാമേ അഴുക്കായില്ല, പുത്തൻ പോലിരുന്നു. നാലാമത്തെ അത്ഭുതം ചെരുപ്പ് തേഞ്ഞില്ല. പ്രിയസലാമേ, ഹല്ലേലൂയ. അഞ്ചാമത്തെ അത്ഭുതം കാട ഇറച്ചി കൊടുത്തു. ആറാമത്തെ അത്ഭുതം അവർക്ക് സ്വർഗീയ മന്ന കൊടുത്തു. മന്ന പിറക്കി ആവശ്യമായ രീതി പിറക്കി അത് പൊടിച്ച് ദോശ പോലെ ചുട്ടു തിന്നു. അത് തേൻ മധുരിക്കുന്നത് പോലെ അവർക്ക് മനസ്സിലാക്കാനിടയായി തീർന്നു. അത് ഒരു പ്രധാനപ്പെട്ട ഒരു അത്ഭുതമാണ് മന്ന. ഈ ലോകത്ത് കാണപ്പെടുവാനില്ല. കാരണം സ്വർഗീയ ഭക്ഷണമെന്നാണ് അറിയപ്പെടുന്നത്. അതൊരു അത്ഭുതം തന്നെയാണ്. പ്രിയസലാമേ, ഹാലൽ വീണ്ടും അത്ഭുതം കിടന്നു. പ്രിയസലാമേ, മാറെ മധുരമാക്കി. വെള്ളം കുടിപ്പാൻ അവർ ആഗ്രഹിച്ചപ്പോൾ പ്രിയസലാമേ, ഹല്ലേലൂയ, പാറയിലടിച്ച് വെള്ളം പുറപ്പെട്ടു. അവർ ദാഹിച്ച് വെള്ളം കുടിച്ചു. അത്ഭുതമാണ്. പ്രിയസലാമേ, ഹല്ലേലൂയ. വീണ്ടും ഒരു അത്ഭുതം എന്ന് പറയുന്നത് യോനെ കടലാനയുടെ വയറ്റിൽ കിടന്നു. അതൊരു അത്ഭുതം തന്നെയാണ്. പ്രിയസലാമേ, ഹല്ലേലൂയ. പ്രിയസലാമേ, സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമായി വിടുവിച്ച് ദൈവം നടത്തുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി പ്രിയസലാമേ, ഹല്ലേലൂയ വിടുവിക്കുകയും ദൈവപ്രവൃത്തിയിൽ കൂടെ കടത്തി വിടുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അതായത് ദൈവപ്രവൃത്തിയിൽ കൂടെ അത്ഭുതങ്ങളിലേക്ക് കടത്തിവിടുന്ന ദൈവം. മനുഷ്യൻ സാധാരണ മനുഷ്യനാണ്. എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതത്തിൻ്റെ കരങ്ങളിൽ കൂടെ നടത്തും ദൈവം. ആത്മാവ് നമ്മെ നടത്തും. ആത്മാഭിഷേകത്താൽ നമ്മെ നിർത്തും. ഹല്ലേലൂയ. അപ്പോൾ അത്ഭുതങ്ങളുടെ രാജാവായ യേശു ക്രിസ്തുവാണ്. ദൈവം പറഞ്ഞാൽ അത്ഭുത മന്ത്രിയാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ മേഖലകളിൽ മനുഷ്യന് ഹല്ലേലൂയ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ
ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. കാരണം പറഞ്ഞാൽ മാനുഷികമായ കരങ്ങളിൽ ചിന്തിക്കുമ്പോൾ പ്രൈസലാമേ ഹാലലിയ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കാണുന്നില്ല. എന്നാൽ അത്ഭുതകരമായി നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം വിശ്വസിച്ചിരിക്കുന്നത്. അത് കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. പ്രൈസലാമേ ഹാലലിയ. അതുപോലെ പ്രൈസലാമേ ഇസ്രായേൽ ജനം കടന്നുപോയപ്പോൾ പ്രൈസലാമേ ചെങ്കടലിൽ മതിൽ പോലെ രണ്ട് വശത്ത് നിന്നു ഉണങ്ങിയ നിലമെന്ന പോലെ അവർ അതിൻ്റെ നടുക്കൂടെ കടന്നുപോയി. ഒരു നനവ് പോലുമില്ല. അതൊരു അത്ഭുതമാണ്. കാരണം കടൽ രണ്ടായി മാറി നിൽക്കുകയാണ് മതിൽ പോലെ. അതിൻ്റെ നടുക്കൂടെ മോശയും തൻ്റെ ജനം ഉണങ്ങിയ നിലമെന്ന പോലെ അവർ പോയി. ദൈവം ഒരുക്കിയിരിക്കുന്ന വഴികൾ പ്രൈസലാമേ മാനുഷികമായ തലത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ സ്വതന്ത്രം എന്നെയും നിന്നെയും ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ അറിയാത്തൊരു വഴി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതായത് വഴിയെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ സ്വതന്ത്രം അനുഗ്രഹത്തിൻ്റെ വഴിയാണ് ഉദ്ദേശിക്കുന്നത്. പ്രൈസലാമേ ഹല്ലേലൂയ. ഇന്ന് ജീവിതത്തിൽ പ്രൈസലാം ദൈവം വിളിച്ചു വേർതിരിച്ചവരെ, ദൈവ ശബ്ദം കേട്ടിറങ്ങിയവർക്ക് യേശുക്രിസ്തു വിളിച്ചു വേർതിരിച്ച തൻ്റെ ജനത്തിന് പ്രൈസലാമേ അനുഗ്രഹത്തിൻ്റെ വഴി ഒരുക്കിയിട്ടുണ്ട്. നീ കണ്ടിട്ടില്ലാത്ത വഴിയിൽ കൂടെ നടത്തും. അത് ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ്. പാരമ്പര്യമായ വിശ്വാസമുള്ളവർക്കൊന്നും കിട്ടത്തില്ല. പ്രൈസലാമേ ഹല്ലേലൂയ. ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞാലൊന്നും ഈ വഴി കൂടെ നടത്തത്തില്ല. അതായത് ഒന്ന്, ദൈവ ശബ്ദം കേട്ടിറങ്ങിയവർക്ക് ദൈവ ശബ്ദം കേൾക്കണം. സഭയിൽ ഒരുപക്ഷെ സ്നാനപ്പെട്ടതായിരിക്കാം, പ്രാർത്ഥിക്കുന്നതായിരിക്കാം, സഭയിൽ പോകുന്നതായിരിക്കാം, ആരാധിക്കുന്നതായിരിക്കാം. അങ്ങനെയുള്ളവർക്കല്ല. ദൈവ ശബ്ദം കേട്ട് പ്രൈസലാമേ ഹല്ലേലൂയ അല്ലെങ്കിൽ ദൈവ ശബ്ദം കേട്ടവർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവം ഒരുക്കിയിട്ടുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. അതായത് സ്വന്തം ശാശ്വതമായ അനുഗ്രഹം. ശത്രു പ്രൈസലാമേ ഹല്ലേലൂയ ഹല്ലേലൂയ പ്രൈസലിൻ്റെ മുമ്പിൽ അനുഗ്രഹമായ സ്തോത്രം വിടുതൽ നൽകി നടത്തുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് നാം വിശ്വസിച്ചിരിക്കുന്നത്. യേശു അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടികർത്താവാണ്. അതുകൊണ്ട് ഒരു അത്ഭുതം ഒന്ന്, ദൈവം വിളിച്ചു വേർതിരിച്ച തൻ്റെ ജനത്തിന് നടുവിൽ ഒരു അത്ഭുതം ഒരുക്കിയിട്ടുണ്ട്. ദൈവ ഈ ലോകത്തിലെ പ്രൈസലാമേ സഭകളോ സംഘടനകളോ പ്രൈസലാമേ ഹല്ലേലൂയ ബന്ധുക്കോസ് പ്രസ്ഥാനങ്ങളൊന്നും അല്ല. അതായത് ദൈവം, സാക്ഷാൽ ദൈവം, അഖിലാണ്ടത്തിൻ്റെ സൃഷ്ടികർത്താവായ ദൈവമാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അത് എനിക്കും നിനക്കും പ്രൈസലാമേ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. സ്തോത്രം പ്രൈസലാം. അതാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അബ്രഹാം ദൈവ ശബ്ദം കേട്ടിറങ്ങി. പ്രൈസലാമേ. അബ്രഹാമിൻ്റെ കൂടെ ലോത്ത് കണ്ടിറങ്ങി. ഇതുപോലെയാണ് പ്രൈസലാം പലരും പ്രൈസലാം പല സ്ഥലങ്ങളിൽ പ്രൈസലാം പല ദേവദാസന്മാരെ കണ്ടും സഭയിൽ പ്രാർത്ഥിച്ചു ഇങ്ങനെ ഒരു പ്രവർത്തനങ്ങൾ സുശേഷയിൽ ഇറങ്ങിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിറങ്ങുന്നവരുണ്ട്. കണ്ടിറങ്ങിയവർ അവർക്കൊന്നും പ്രൈസലാമേ ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. എന്നാൽ നടുവിൽ പ്രൈസലാമേ ഹല്ലേലൂയ ദൈവത്തെ കണ്ട് ദൈവം വിളിച്ചിറക്കിയവരെ ഏത് സമൂഹത്തായിരുന്നാലും ഹല്ലേലൂയ ഏത് സമൂഹത്തിൽ നിന്നാണ് വിളിച്ചു വേർതിരിച്ച വ്യക്തിയാണെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ പ്രൈസലാമേ ഒരു വഴി സ്തോത്രം ഹല്ലേലൂയ ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രൈസലാമേ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുള്ളതായ ദൂതാണ് പ്രൈസലാം ഹല്ലേലൂയ സ്തോത്രം. ദൈവവചനത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമെങ്കിൽ പ്രൈസലാമേ ദൈവം ഹല്ലേലൂയ മോശയ്ക്ക് വേണ്ടി മോശ അറിയാത്തതായ ഒരു വഴി തുറന്ന് ദൈവം കൊടുത്തെങ്കിൽ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഒരു വഴി ദൈവം കരുതി വെച്ചിരുന്നു. സമയമായപ്പോൾ സ്തോത്രം ആ വഴി തുറന്നു കൊടുത്തു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് അനുഗ്രഹത്തിൻ്റെ വഴിയാണ്, ശാശ്വതമായ വഴിയാണ്, തകർക്കുന്ന വഴിയല്ല. ചിലർക്ക് ചില വഴികൾ ഒരുക്കി വെച്ചിട്ടുണ്ട്, ശാപത്തിൻ്റെ വഴികൾ. ചിലർക്ക് പ്രൈസലാമേ തകർക്കപ്പെട്ട വഴികൾ, ചിലർക്ക് എങ്ങും എത്തിപ്പെടാൻ പറ്റാത്ത വഴികൾ, ചിലർ വഴി വെച്ച് പട്ടുപോകുന്ന വഴികൾ, ചിലർ വഴി വെച്ച് നശിച്ചു പോകുന്ന വഴികൾ, ചിലർ പ്രൈസലാമേ ഹല്ലേലൂയ
ദൈവത്തിൻ്റെ വഴി വിട്ട് പിശാചിൻ്റെ വഴിയിലേക്ക് പോകുന്നതുകൊണ്ട് തകർന്നു പോകുന്നു. എന്നാൽ ക്രിസ്തുവിലുള്ള വഴിയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അത് ഒരുപക്ഷേ കഷ്ടതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും പ്രതിസന്ധികളും വന്നാലും അതിൻ്റെ നടുവിൽ കൂടെ പോകുന്ന നടത്തുന്ന ഒരു ദൈവമുണ്ട്, കർത്താവായ യേശു ക്രിസ്തു. നിന്ദകളും പരിഹാസങ്ങളും വരും. ഒരുപക്ഷെ നമ്മൾ നടന്നു പോകുമ്പോഴൊക്കെ നമ്മൾ വരുമ്പോൾ അല്ലേ പടക്കം പൊട്ടുന്ന പോലെ ചില സംഭാഷണങ്ങൾ ചില ചെയ്യുന്ന കാണാം. കാരണം എന്താ പറയുക, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ, ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവർ വരുമ്പോൾ അവരോടുള്ള പരിഹാസമാണ്. ഹല്ലേലൂയ. ബഹുവിൽ സന്ദേശത്തിൽ കൂടെയൊക്കെ ചിലർ ഇങ്ങനെ സംസാരിക്കുന്നത് അവൻ്റെ നാശം അടുത്തിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ ചിലർ കാണുമ്പോൾ തന്നെ ആക്ഷേപിക്കുന്നവരുണ്ട്. ചിലർ കാണുമ്പോൾ തന്നെ അവൻ്റെ ഉള്ളിൽ എന്താ ഇളക്കപ്പെരുപ്പാണ്, എന്താ ഇളകുന്നത് പോലെ. സ്തോത്രം. അവൻ്റെ ഇളക്കപ്പെരുവൊക്കെ മാറ്റും ദൈവം. ദൈവത്തിൻ്റെ ശക്തി. ഹല്ലേലൂയ. ദൈവം ഇടപെട്ട് കഴിഞ്ഞാൽ ദൈവം ഒന്ന് തൊട്ടാൽ മതി. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു തുമ്മൽ കൊടുത്താൽ മതി. ഹല്ലേലൂയ. ഒരു ചൊറിച്ചിൽ കൊടുത്താൽ മതി. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പല പ്രവൃത്തികളും ദൈവത്തിന് ചെയ്യാൻ കഴിയും. ഞാൻ പറയാം, ഹല്ലേലൂയ. കഷ്ടതയുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ യേശു ക്രിസ്തു ഹല്ലേലൂയ നിന്റെ വഴി അടഞ്ഞിട്ടില്ല. നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. എൻ്റെ നിന്റെ നാശം കാണാൻ പിശാച് ആഗ്രഹിക്കുമ്പോൾ സ്തോത്രം അതിന് നടുവിൽ ദൈവം അനുഗ്രഹമായി നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ലോകത്തിൽ വിടിവിക്കുവാൻ ഒരുവന് മാത്രമേ കഴിയൂ, നസ്രായനായ യേശു ക്രിസ്തു. ഞാനും നീയും വിശ്വസിച്ചിരിക്കുന്ന ബൈബിളിൽ എഴുതിയിരിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ്. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഹല്ലേലൂയ നമ്മെ വിഷയങ്ങൾക്ക് മറുപടി തരുന്ന യേശു ക്രിസ്തു. 1, പ്രാർത്ഥന കേൾക്കുന്ന യേശു ക്രിസ്തു. 2, ജീവനുള്ള യേശു ക്രിസ്തു. 3, പ്രാർത്ഥിച്ചാൽ ഉത്തരമരുളുന്ന ദൈവം. അതുകൊണ്ട് നിരാശകളാകേണ്ട കാര്യമില്ല. ആരെങ്കിലും കേൾക്കുന്ന പ്രിയരെ, ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ നിന്നുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ നിനക്കായി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, സ്വർഗത്തിലെ ദൈവം. ഹല്ലേലൂയ. യേശു ക്രിസ്തു. നീ യേശുവിനെയാണോ വിശ്വസിച്ചിരിക്കുന്നത്? യേശു ക്രിസ്തു നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഹല്ലേലൂയ. യേശു അത്ഭുതം പ്രവർത്തിക്കും. 1, ഒരു വഴി ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരുന്നതായ ചെങ്കടൽ പാത ഹല്ലേലൂയ ദൈവം അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തെങ്കിൽ, സമയമായപ്പോൾ വഴി തുറന്നു കൊടുത്തെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും അവൻ്റെ വഴികൾ ജീവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവം വഴി ഒരുക്കിയിട്ടുണ്ട്. അല്ലാത്തവർക്കൊന്നുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതായത് ക്രിസ്തുവിൽ വിശ്വാസമായി ജീവിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹത്തിന് വഴി ഒരുക്കിയിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആലിൽ വെളിപ്പെടും. ആത്മാവിൽ ജീവിക്കുക, അതായത് കൃപയിൽ ജീവിക്കുന്നവർക്ക് ഹല്ലേലൂയ. 1, ആത്മാഭിഷേകം പ്രാപിച്ച്. 2, വിശ്വസിക്കുന്ന. 3, അഭിഷേകം പ്രാപിച്ച വിശ്വാസമുള്ള രക്ഷിക്കപ്പെട്ട മാനസാന്തരപ്പെട്ട ദൈവാലോചന ജീവിക്കുന്ന വ്യക്തിക്ക് നീ അറിയാത്ത ഒരു വഴി ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഒരു വഴി ഒരുക്കിയത്. ചെങ്കടൽ ഹല്ലേലൂയ അകത്തുകൂടെ കടന്നു പോകേണ്ട ഒരു വഴി, അനുഗ്രഹത്തിന് വഴി ഒരുക്കി. പിന്നെ പറയേണ്ട അവർക്ക് പിന്നീട് മരുഭൂമിയിൽ അത്ഭുതത്തിൻ്റെ അടയാളങ്ങളായിരുന്നു. ദൈവം അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങളുടെ കലവറ തുറന്ന് ദൈവം കൊടുത്തു. ഇതാണ് ദൈവം ഒരുക്കിയിരിക്കുന്നത്. സ്തോത്രം. ആർക്കാണ്? ദൈവകൃപ പ്രാപിച്ച, ദൈവാലോചന ജീവിക്കുന്ന, ദൈവത്തെ വിശ്വസിക്കുന്ന, മാനസാന്തരപ്പെട്ട തൻ്റെ ജനത്തിന് വേണ്ടി ഇടിപ്പാൻ യഹോവയുടെ കരമുണ്ട്. അതുകൊണ്ട് തൻ്റെ ജനത്തിൽ
ഹാലലൂയ. തൻ്റെ ജനത്തിൻ്റെ നടുവിൽ യഹോവയായ ദൈവം തൻ്റെ കരം അയച്ച് വിടുവിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ നല്ല കർത്താവേ, ഇസ്രായേലിന് വേണ്ടി മരുഭൂമിയിൽ കൂടെ ഒരു ചെങ്കൽ പാത ഒരുക്കി കൊടുത്തതുപോലെ ഹാലലൂയ എനിക്കും നിനക്കും ഒരു വഴി ദൈവം ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ചെങ്കൽ അക്കരെ കിടന്നപ്പോൾ പിന്നെ ദിനവും അത്ഭുതത്തിൻ്റെ അടയാളങ്ങൾ വീര്യപ്രവൃത്തികൾ ദൈവം ചെയ്തു കൊടുത്തത് എന്ന് തിരുവനന്തപുരത്ത് കാണുന്നു. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. കർത്താവ് യേശുവിൻ്റെ കരം ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ സ്വർഗ്ഗത്തിലേക്ക് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം പ്രവർത്തിക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. സ്വർഗ്ഗീയ പിതാവേ, ആമേൻ. ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവനാമത്തിൽ ഉണ്ടാകട്ടെ. ആമേൻ.